ഹായ് ഡിയേഴ്സ്, ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ ഒരു മെമ്മറി വയർ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ തന്നെ ശ്രദ്ധിച്ച് കാണണം കേട്ടോ. അപ്പം പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് സ്ലോ ചെയ്ത് കാണുക. അങ്ങനെ മെമ്മറി വയർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു അറ്റത്ത് ഇതുപോലൊരു ലൂപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെ ലൂപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ലൂപ്പിനെ ഇനി ഞാൻ എൻ്റെ ഫേസിന് നേർക്കാണിത് ഞാൻ വളച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നുകൂടി ഒന്ന് സ്ലോ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് നമ്മളിത് വളയ്ക്കുന്നതെന്ന്. ലൂപ്പ് നമ്മൾ നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് ലൂപ്പ് ചെയ്തു. അതിനുശേഷം ആ ഒരു ലൂപ്പിനെ നമ്മുടെ നേർക്ക് നമ്മൾ ചരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മുടെ ഫേസിന് നേർക്കൊന്ന് വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു എൽ ഷേപ്പിന്. അപ്പോൾ ഇതുപോലെ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു മെമ്മറി വയറിൻ്റെ രണ്ടാമത്തെ അറ്റം ഈ ഒരു ലൂപ്പിനുള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് ഇതുപോലൊന്ന് വലിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ബാങ്കിൾ ചെറുതാകുന്നതും ലൂസ് ചെയ്യുമ്പോൾ അത് വലുതാകുന്നതും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ചെയ്യുന്നത്, കണ്ടില്ലേ? അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിൻ്റെ എത്രത്തോളം നമ്മുടെ ബാങ്കിളിൻ്റെ സൈസ് അനുസരിച്ചിട്ട് എക്സ്ട്രാ നിൽക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാങ്കിൾസ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് നോക്കുക എവിടെയാണ് ലോക്ക് വരേണ്ടതെന്നൊക്കെ നോക്കുക. എന്നിട്ട് അത്രയും പോർഷനിൽ നമ്മൾ ബീഡ്സ് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് എടുക്കാം. ബീഡ്സിൻ്റെ സൈസ് എങ്ങനെയാണെന്നൊന്നും ഒരു പ്രശ്നമില്ല. ചാംസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് ബീഡ്സ് ഞാൻ ഇതുപോലെ ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ കുറച്ച് ബീഡ്സും കൂടെ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ ആ ലൂപ്പിനുള്ളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ലൂപ്പിനുള്ളിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ നോക്കണം ഇതിൻ്റെ ആ സ്പേസൊക്കെ കറക്റ്റാണോ, ബീഡ്സ് എല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു മെത്തേഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് ലൂപ്പ് വീണ്ടും ഒന്നുകൂടി ആ ഒരു സൈഡിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു കമ്പി നമ്മുടെ ഈ ലൂപ്പിനുള്ളിലൂടെയാണ് വന്നിരിക്കുന്നത്, ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു സൈഡിലും ആ ഒരു ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു കമ്പിയെ നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടത്തി കൊടുക്കുക. ലൂപ്പ് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ കമ്പി ആയതുകൊണ്ട് ലൂപ്പ് നന്നായിട്ട് ഓപ്പണായി അതിനകത്തുനിന്ന് ഈ ഒരു കമ്പി പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ ആ ഒരു ലൂപ്പ് ക്ലോസ് ചെയ്യുക. വളരെ സിമ്പിളാണ്, പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ആ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും പിന്നെ ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാനും ആയിരിക്കും ചെറിയൊരു ഡൗട്ട് വരുന്നത്. വീഡിയോ 3-4 തവണ കണ്ടു നോക്കുക, ക്ലിയർ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പല വെറൈറ്റി ആയിട്ട് തന്നെ ഈ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ചെയ്തെടുക്കാം. ബീഡ്സൊക്കെ ചേഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ആണെന്നേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. കിഡ്സിനുള്ള സൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി വയർ അവരുടെ സൈസിനനുസരിച്ചുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ലൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ബാങ്കിളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വെറൈറ്റി വേണോ ഇതിൽ കൊണ്ടുവരാൻ. ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ആക്കി വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.